നമസ്കാരം. എഡ്യൂത്രസിൻ്റെ പോളിറ്റി കംപ്ലീറ്റ് സീരീസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. PSC പരീക്ഷകൾക്ക് ഏതുമായിക്കൊള്ളട്ടെ, LGS മുതൽ KS വരെ ഏത് പരീക്ഷകൾക്കും അനുസൃതമായി തയ്യാറാക്കിയിട്ടുള്ള കോഴ്സാണിത്. അപ്പോൾ നിങ്ങൾ ഈ പ്ലേലിസ്റ്റിലെ എല്ലാ വീഡിയോസും കംപ്ലീറ്റ് കാണാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ പ്ലേലിസ്റ്റിലുള്ള ബാക്കി വീഡിയോയുടെ ക്ലാസ്സുകൾ ഇവിടെ ഒരു ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണുക. കൂടാതെ ദിവസവും ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, തികച്ചും സൗജന്യമായ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് വരിക. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ സീരീസിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗം 3 മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ നമ്മളിപ്പോൾ 2-3 ഭാഗങ്ങളായി ചെയ്യുന്നു. അതിനു മുമ്പുള്ളതും ആ ഓർഡറിൽ തന്നെ നിങ്ങൾ കണ്ട് നോട്ട് തയ്യാറാക്കുക. സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാവേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം റിവിഷന് വളരെ സഹായകമാകും നിങ്ങളുടെ സ്വന്തം നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഭാഗം 3 മൗലികാവകാശങ്ങൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ് ഈ നീല നിറത്തിൽ കാണിച്ചിട്ടുള്ളത്. അതായത് സമത്വത്തിനുള്ള അവകാശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ചൂഷണത്തിനെതിരായ അവകാശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ആർട്ടിക്കിളുകളും നിങ്ങൾ റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഓർത്തിരിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മനസ്സിലൊന്ന് ഉരുവിട്ട് നോക്കുക. 14 ഇന്നത്, 15 ഇന്നത്, വേറെ ഒരു കീവേഡ് വെച്ച് മാത്രം ഓർത്തിരുന്നാൽ മതി. കംപ്ലീറ്റ് ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കീവേഡ് 14 എന്ന് പറയുമ്പോൾ സമത്വം, 15 എന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ 1-2 വാക്കുകൾ വെച്ചിട്ട് നിങ്ങളൊന്ന് മനസ്സിലേക്ക് ഉറപ്പിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഇതാണ് ഇന്നത്തെ ദിവസം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം 2 കാറ്റഗറിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭാഗം 3 കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് നോക്കാം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. അപ്പോൾ അതിൽ ആദ്യത്തെ ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 25, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഇപ്പോൾ നടക്കുന്ന പല കോൺട്രവേഴ്സീസ്, ഇതെല്ലാം നിങ്ങൾക്ക് കുറെ കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആർട്ടിക്കിളുകളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ. പോളിറ്റി പഠിച്ച ഒരാളും പഠിക്കാത്ത ഒരാളും കാണുന്ന വാർത്തകൾ കാണുന്ന രീതി, ആ കാഴ്ചപ്പാട് ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുറെ കൂടെ വ്യത്യസ്തമായ രീതിയിൽ കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിനോടൊക്കെ ഒരു അപ്രോച്ച് എടുക്കാൻ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ആർട്ടിക്കിൾ 25 എന്താണ്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചാരങ്ങൾ അനുഷ്ഠിക്കാനും മതത്തെ പ്രചരിപ്പിക്കാനുള്ള അവകാശം. ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എന്നാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതെ ഇരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. 2, പ്രാക്ടീസ്, അതായത് ആ മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ, റിച്വൽസ് ഫോളോ ചെയ്യാൻ ഒക്കെയുള്ള അവകാശം. 3-മത്തേത് പ്രൊപ്പഗേറ്റ്. പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുക എന്നാണ്. പ്രചരിപ്പിക്കാനുള്ള അവകാശവുമുണ്ട്. അതെന്താണ് അർത്ഥമാക്കുന്നത്? പല രീതിയിലും മതത്തെ നിങ്ങൾ പ്രചരിപ്പിക്കാം. അല്ല പുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൂടെയോ ഏത് രീതിയിലായാലും നിങ്ങൾക്ക് സാധിക്കും. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ വരാം, ആൾക്കാരെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്ന, അതായത് ആൾക്കാരെ നമ്മളുടെ മതത്തിലേക്ക് ചേർക്കുന്നതും ഒരു പ്രൊപ്പഗേഷൻ അല്ലേ, പ്രചരണമല്ലേ? അതെ, അതിനും അവകാശമുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. ആൾക്കാരെ ഫോഴ്സ് ചെയ്ത് മതത്തിലേക്ക് ചേർക്കാൻ പാടില്ല. അല്ലാതെ മതത്തിലേക്ക് ചേർക്കുന്ന കൺവേർഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അലൗഡ് ആണ്, ഭരണഘടന അനുസൃതം തന്നെയാണ്. പക്ഷെ ഒരാളെ നിർബന്ധിച്ച് ഒരു മതത്തിലേക്ക് ചേർക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കുക. ആർട്ടിക്കിൾ 25 പ്രകാരം പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്, അതായത് വിശ്വസിക്കാൻ, ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ, അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്നോർക്കുക. പിന്നെ ആർട്ടിക്കിൾ 26, അപ്പോൾ ആദ്യത്തേതിൽ വിശ്വാസത്തെ പറ്റി പറയുന്നു, ജനറലായി പറയുന്നു എന്ന് ഓർത്താൽ മതി. വിശ്വാസം, പൊതുവെ വിശ്വാസത്തെ പറ്റി. രണ്ടാമത്തെ കാര്യം മതമുണ്ടാവണം, 1-മത്തെ കാര്യം. അതാണ് 25 പറയുന്നത്. 26 അപ്പോൾ എന്താ വേണ്ടേ? മതത്തെ പ്രചരിപ്പിക്കണം അല്ലെ, മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ വേണം. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡറിൽ ഞാൻ പറയുന്നത്, ചില വാക്കുകൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തേതിൽ മതം വേണം, വിശ്വാസം വേണം. 2, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനം വേണം. എന്ന് പറഞ്ഞാൽ പള്ളികൾ, അമ്പലങ്ങൾ, അല്ലെങ്കിൽ മദ്രസകൾ, മതപഠന സ്ഥാപനങ്ങൾ, അതെല്ലാം ഈ പറഞ്ഞ ആർട്ടിക്കിൾ 26 വരുന്നതാണ്. അപ്പോൾ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. ഏത് മതത്തിനും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ രൂപീകരിക്കാനും ഒക്കെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 26 അപ്പോൾ ഓർക്കുക, ആദ്യം വിശ്വാസം, 2 സ്ഥാപനം. ആർട്ടിക്കിൾ 27 പറയുന്നത് മതനികുതിയെ പറ്റി. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും എന്താ പറയുക, ഒരു സെക്യുലർ ആയിട്ടുള്ള, അല്ല ഇന്ത്യൻ സെക്യുലറിസത്തെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ എന്നൊക്കെ പല രീതിയിൽ പറയാറുണ്ട്, ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഇതാണ്, പണ്ട് നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും, മുഗൾ കാലത്തൊക്കെ ജസിയ എന്നൊക്കെ പറഞ്ഞ ടാക്സുകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? മറ്റു മതത്തിൽപ്പെടുന്നവർ നൽകേണ്ട ടാക്സ്. അതായത്
ജസിയ ഉണ്ടായിരുന്നു, അന്ന് മുസ്ലിംസിന് അല്ലാത്തവർ നൽകേണ്ട ടാക്സ് ആയിരുന്നു. അങ്ങനെ വേറൊരു മതത്തിൽ പെടുന്നത് കൊണ്ട്, അതായത് ഇപ്പം മെജോറിറ്റി, ഇപ്പം ഇന്ത്യയിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണെന്നിരിക്കട്ടെ, ഇന്ത്യയിൽ മെജോറിറ്റി ഹിന്ദുസ് ആണ്. ഹിന്ദുസ് ഒഴികെ വേറെ ഏത് മതത്തിൽ പെടുന്നവരും ടാക്സ് നൽകണം എന്ന ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 27. ഒരു തരത്തിലുള്ള മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു മതത്തെ പ്രചരിപ്പിക്കുന്ന മറ്റു മതങ്ങളെ മോശമാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ടാക്സ് ഏർപ്പെടുത്താൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 27. അപ്പോൾ ഒന്നുകൂടെ മനസ്സിൽ ഓർത്ത് നോക്കി. ആദ്യം വിശ്വാസത്തെ പറ്റി പറയുന്നു 25, 2 സ്ഥാപനങ്ങളെ പറ്റി പറയുന്നു 26. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓർത്താൽ മതി, വിശ്വാസം ഉണ്ടാവണം, അത് കഴിഞ്ഞ് പള്ളികൾ അല്ലെങ്കിൽ അമ്പലങ്ങൾ ഉണ്ടാവണം, 3 ടാക്സ് ആണ് മൂന്നാമത്തേത് പറയുന്നത്. ആ ഓർഡറിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മത നികുതി നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 27, റിലീജിയസ് ടാക്സ്. അടുത്തത് ആർട്ടിക്കിൾ 28 ആണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതപഠനത്തെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. ഇറ്റ് റെഗുലേറ്റ്സ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ സ്കൂൾസ് ഓർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു സ്കൂളിൽ മതവുമായി ബന്ധപ്പെട്ട പഠനമാവാമോ? മതപഠനം, അല്ലെ ബൈബിൾ ക്ലാസ്സുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഖുറാൻ ക്ലാസ്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ വേദപഠനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ സ്കൂളുകളിൽ ആവാമോ? ആവാം. പക്ഷേ പല റെഗുലേഷൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. അത് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഞാൻ ഓടിച്ച് പറയാം. അതിൽ 4 കാറ്റഗറി ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ തരംതിരിക്കുന്നുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അവിടെ ഒട്ടും പറ്റില്ല മതപഠനം അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ പാടില്ല. പിന്നെ ഉള്ളത് പ്രൈവറ്റ് ആണ്, ഗവൺമെന്റ് എയ്ഡഡ് ആണ്, അതായത് പ്രൈവറ്റ് ആണ് പക്ഷേ ഗവൺമെന്റ് എയ്ഡ് ലഭിക്കുന്നു, അങ്ങനെയുള്ളിടത്തും റിലീജിയസ് ഇൻസ്ട്രക്ഷൻ പാടില്ല. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആയിട്ടുള്ളത്, അവിടെ ഗവൺമെന്റ് എയ്ഡ് ഒന്നും കിട്ടുന്നില്ല, പ്രൈവറ്റ്. അവിടെയും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് പാടില്ല. പിന്നെ ഒരേ ഒരു കാറ്റഗറി, ആ ലാസ്റ്റ് കാറ്റഗറിയിൽ മാത്രമേ ആവാം എന്ന് പറയുന്നുള്ളൂ. അത് ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ പ്രൈവറ്റ് എൻറ്റിറ്റി ബട്ട് മാനേജ്ഡ് ബൈ എ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയുള്ള കേസിൽ ആവാം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല, പോട്ടെ, അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ പല കാറ്റഗറിയിൽ തിരിച്ചിട്ട് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ റെഗുലേറ്റ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28 എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. ആർട്ടിക്കിൾ 25 വിശ്വാസം, 26 അതായത് ആ ഓർഡറിൽ ഓർക്കാൻ വേണ്ടി ആദ്യം വിശ്വാസം എന്ന വാക്ക് ഓർക്കുക, രണ്ടാമത്തേൽ സ്ഥാപനം, പള്ളി അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഓർക്കുക, മൂന്നാമത്തേൽ ടാക്സ്, റിലീജിയസ് ടാക്സ്, നാലാമത്തേതിൽ പറയുന്നത് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ്, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മതപഠനവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ആ ഓർഡറിൽ ഇത് മാറിപ്പോവാതിരിക്കാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള കാര്യങ്ങൾ. ഒരിക്കൽ കൂടെ ഓടിച്ച് റിവൈസ് ചെയ്യുക. 25 ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചാരങ്ങൾ അനുഷ്ഠിക്കാനും മതത്തെ പ്രചരിപ്പിക്കാനും. അപ്പോൾ അവിടെ കൺവേർഷൻ ഉണ്ട്, പക്ഷേ ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആവരുത്. 26 മതസ്ഥാപനങ്ങൾ, പള്ളികൾ, മദ്രസകളോ മതപഠനശാലകളോ എന്തോ ആവട്ടെ. 27 മതനികുതി നിരോധിക്കുന്നു, റിലീജിയസ് ടാക്സുകൾ പണ്ടത്തെ ജസിയ പോലെയുള്ളതാണ്. 28 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതപഠനം നിയന്ത്രിക്കുന്നു, റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് പൂർണ്ണമായും തടയുകയല്ല, നിയന്ത്രിക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പ്രത്യേകിച്ച് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന സ്ഥിതിക്ക്, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ വരുന്നതുകൊണ്ട് ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഇന്ത്യൻ സെക്യുലറിസം ഫ്രം വെസ്റ്റേൺ ഐഡിയ ഓഫ് സെക്യുലറിസം? ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താ നമ്മൾ ഈ സെക്യുലറിസം എന്നുള്ളത് പലതും നമ്മൾ ഒരു വെസ്റ്റേൺ ഐഡിയ ആയിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇന്ത്യൻ സെക്യുലറിസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു യുണീക്കാണ്. കാരണം വെസ്റ്റേൺ സെക്യുലറിസത്തിന്റെ പ്രത്യേകത, അവിടെ സ്റ്റേറ്റ്, അതായത് ഗവൺമെന്റോ, സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിനെയാണ്, ഗവൺമെന്റ് എന്ന എൻറ്റിറ്റിയാണ്. സ്റ്റേറ്റ് പൂർണ്ണമായും റിലീജിയനിൽ നിന്നും വിട്ടു നിൽക്കുന്നു. ദ സ്റ്റേറ്റ് ഡസ് നോട്ട് റെക്കഗ്നൈസ് എനി റിലീജിയൻ. അതാണ് വെസ്റ്റേൺ ഐഡിയ ഓഫ് സെക്യുലറിസം. പക്ഷേ ഇന്ത്യൻ സെക്യുലറിസം അങ്ങനെയല്ല, നമ്മളങ്ങനെ പൂർണ്ണമായിട്ട് ഒന്നിൽ നിന്നും വിട്ടു നിൽക്കുന്നില്ല. പകരം ഇന്ത്യൻ സെക്യുലറിസം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റേറ്റ്, ഗവൺമെന്റ് എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഒരുപോലെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താ തമ്മിലുള്ള വ്യത്യാസം? രണ്ടും സെയിം അല്ലേ? അല്ല. അവിടെ കംപ്ലീറ്റ്ലി ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് റിലീജിയനിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ഗവൺമെന്റ് സർവൻ്റ് ആണ്, നിങ്ങൾ അവിടുത്തെ പോലീസിലെ, അവിടെ ഒരു യൂറോപ്യൻ രാജ്യത്തിലെ പോലീസിലെ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ മതവുമായി ബന്ധപ്പെട്ട ഒരു ചിഹ്നവും ധരിക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് കേസൊക്കെ നടത്തിയിട്ടാണ് ഇപ്പോഴും പലതൊക്കെ നേടിയെടുത്തത്. അവിടെ പുറമെ ഒരു ചിഹ്നവും അവർ
അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അവർ പുറത്ത് കാണിക്കാൻ പാടില്ല. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയാണോ? അല്ല. ഇന്ത്യയിൽ നമുക്ക് ടർബൻ വെക്കാം, അല്ലേ? അല്ലെങ്കിൽ കൊന്തയിടാം, അങ്ങനെ എന്തും പറ്റും. അങ്ങനെ കാരണം എന്താ, ഇന്ത്യൻ സെക്യുലറിസം മതങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാവരെയും ഈക്വലായിട്ടാണ് കാണുന്നത് എന്നുള്ള വ്യത്യാസം. അപ്പോൾ രണ്ടും ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള സെക്യുലറിസമാണ് വെസ്റ്റേൺ ഐഡിയയുമായി കമ്പയർ ചെയ്യുമ്പോൾ. ഇത് ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും വരണമെന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ KS പരീക്ഷകൾക്കൊക്കെ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി ലെവലിനൊക്കെ അതൊന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത 2 കാറ്റഗറി കൂടെ നോക്കാനുണ്ട്. 29, 30, 32 ആർട്ടിക്കിളുകളിലൂടെ നോക്കുന്നതോടുകൂടി നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആയി നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു ക്ലാസ് പോലും വിടാതെ നോട്ട് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ. ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊപ്പം. കേരള PSC പരീക്ഷകൾ ഏതുമായിക്കൊള്ളട്ടെ, അൺഅക്കാഡമിയിൽ അതിനായി സൗജന്യ ലൈവ് ക്ലാസുകൾ ലഭ്യമാണ്. കുറഞ്ഞ കാലം കൊണ്ട് സിലബസ് മുഴുവൻ വളരെ എഫക്റ്റീവായി കവർ ചെയ്യാനും പഠിച്ചവ പരിശോധിക്കാൻ ദിവസേന ടെസ്റ്റ് സീരീസുകൾ ചെയ്തു നോക്കുവാനും അൺഅക്കാഡമിയിലൂടെ കഴിയും. കേരളത്തിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് പുറമെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിലൂടെ അവരുമായി ലൈവായി ഇന്ററാക്ട് ചെയ്യാനും കഴിയുന്നു. അൺഅക്കാഡമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വം നൽകുന്ന ബാച്ച് കോഴ്സുകളാണ്. ഓരോ പരീക്ഷകൾക്കും അതാത് സിലബസ് അനുസൃതമായി തയ്യാറാക്കിയ ബാച്ച് കോഴ്സുകൾ ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങളെ സഹായിക്കും. മാറിയ PSC പാറ്റേൺ അനുസരിച്ച് പരിഷ്കരിച്ച പാഠ്യപദ്ധതികൾ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ കാണാം. നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും നൽകി സൗജന്യമായി രജിസ്റ്റർ ചെയ്യുക. കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ കേരള PSC സെലക്ട് ചെയ്യാൻ മറക്കേണ്ട. ഇനി EDUTRES 10 എന്ന അൺലോക്ക് കോഡ് ഉപയോഗിച്ച് സൗജന്യ ലൈവ് ക്ലാസുകൾ കണ്ടു തുടങ്ങാം. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്.